നമസ്തേ മാന്യമിത്രങ്ങളെ. കുറേയേറെ പ്രിയമിത്രങ്ങൾ കുറേയേറെ നാളുകളായി ആവശ്യപ്പെടുന്നതാണ് ഇന്ന് ഏവർക്കുമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. സന്തതി പ്രാപ്തിക്ക് ജപിക്കുവാൻ ഉതകുന്ന മന്ത്രങ്ങൾ ഏതാണ് എന്നതാണ്. മന്ത്രമെല്ലാം ശക്തിമത്ത് തന്നെയാണ്. പക്ഷേ ആ മന്ത്രം നമ്മൾ എപ്രകാരം ജപിക്കുന്നുവോ അതിനോടനുബന്ധിച്ച് നമ്മുടെ ജീവിത രീതികളിൽ എത്രത്തോളം ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അത് വിജയത്തിലേക്കായിരിക്കുമോ പരാജയത്തിലേക്കാണോ എത്തുന്നത് എന്ന് തീരുമാനിക്കുന്നത്. മന്ത്രം നാഡീനരമ്പുകളെ ഉയർത്തും, രക്തചംക്രമണത്തെ ത്വരിതപ്പെടുത്തും, യാതൊരു സംശയവുമില്ല. അതിനോടനുസരിച്ച് മാനസികമായി ഉന്നതിയിലേക്കെത്തുവാനും ഹൃദയശുദ്ധിയെ കരഗതമാക്കുവാനും ആത്മാർത്ഥതയോടുകൂടി ലക്ഷ്യത്തെ നേടുവാൻ ഉതകുന്ന രീതിയിലുള്ള ഇതര പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയും വേണം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അല്ലെങ്കിൽ ചർച്ചാ വിഷയം തന്നെ സന്തതി പ്രാപ്തിക്കായി ജപിക്കേണ്ട മന്ത്രം ഏത്. മന്ത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ സന്താനഗോപാല മന്ത്രമാണ് വളരെ ശക്തിമത്തായിട്ടുള്ളത്. ആ മന്ത്രം കൃത്യമായി തന്നെ ജപിക്കണം. 108 ദിവസം ജപിച്ചാൽ തീർച്ചയായും ഫലം ലഭിക്കുമെന്ന് പറഞ്ഞു കേൾക്കപ്പെടുന്നു. പരിപൂർണമായ ഹൃദയശുദ്ധിയോടും ശരീരശുദ്ധിയോടും അതിനുമപ്പുറം ഉത്തമമായ വിശ്വാസത്തോടും കൂടി ആണ് ജപിക്കുന്നതെങ്കിൽ തീർച്ചയായും അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. പലപ്പോഴും നമ്മൾ കാര്യപ്രാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ശീഘ്രമായി എൻ്റെ ആഗ്രഹത്തിന് പരിഹാരം കാണണമെന്ന ചിന്തയോടുകൂടി ജപിക്കും. അപ്പോഴാണ് നമ്മൾ സംശയഗ്രസ്തരായി മാറുകയും ആത്മാർത്ഥത കുറയുകയും ചെയ്യുന്നത്. പൂർവജന്മാർജിത പാപം വളരെയേറെ നമ്മൾ നേടിയിട്ടുണ്ട് എന്നും അത് ഈ വേഷമെടുത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ചുമലിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട് എന്നുമുള്ള ബോധം നമ്മിലുണ്ടാകണം. ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഞാൻ തന്നെ അനുഭവിക്കണം. അതിനെ റെഡ്യൂസ് ചെയ്യുവാൻ, കുറയ്ക്കുവാൻ ഈശ്വര ഭജനത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതെൻ്റെ ആവശ്യകതയാണ് എന്ന ബോധ്യത്തോടു കൂടി വേണം പരിശ്രമിക്കാൻ. ലക്ഷങ്ങളോ കോടികളോ കൊടുത്ത് നിങ്ങൾ എന്ത് വഴിപാട് നടത്തിയാലും നിങ്ങൾ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി അതിനോട് സമീപിച്ചില്ല എങ്കിൽ പ്രയോജനരഹിതം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ മന്ത്രം വളരെ ആത്മാർത്ഥതയോടുകൂടി ജപിക്കുക. മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടികളെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഭക്തവത്സലനായ നാരായണൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവതകളായ പരമേശ്വരനോ സുബ്രഹ്മണ്യനോ ശ്രീകൃഷ്ണനോ നിങ്ങൾ ഏത് ദേവനെയാണോ ഇഷ്ടപ്പെടുന്ന ആ ദേവൻ്റെ തിരുമുഖ കമലത്തെ മനസ്സിലേക്ക് എത്തിക്കുക. ഇനിയും പെൺകുട്ടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ സർവ്വ ഐശ്വര്യദായിനിയായ പാർവതിയുടെയോ രുക്മിണിയുടേതോ ലളിതാംബികയുടേതോ അതുമല്ല എങ്കിൽ മഹാലക്ഷ്മിയുടെയോ രൂപത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സർവേശ്വരിയായ വിശ്വജനനി അവിടുത്തെ രൂപലാവണ്യവും ഉജ്ജ്വലകരമായ ബുദ്ധിസാമർഥ്യവും വാഗ്വിലാസത്താലും ധന്യമായ ഒരു സന്തതിയെ പെൺകിടാവിനെ എനിക്ക് നൽകണമേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. മന്ത്രങ്ങൾ ജപിക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ഭക്തവത്സലനായ ഭഗവാന്റെയോ ഭഗവതിയുടെയോ ദിവ്യമായ രൂപത്തെ സ്മരിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ജപിക്കണം. ആഹാര നിയന്ത്രണത്തിൽ അല്ലറയില്ലറ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതായി വരും. കഴിവതും ഒരു ജീവികളെയും കൊന്ന് ഭുജിക്കാതിരിക്കുക. കാരണം മറ്റൊരു പുതുജീവന് വേണ്ടി ഞാൻ കാത്തിരിക്കുമ്പോൾ, എൻ്റെ ഒരു അനന്തര തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എത്തപ്പെട്ട ഒരു ജീവികളെയും ഹനിക്കുവാനോ ഹരിക്കുവാനോ ഇല്ലാതാക്കുവാനോ പരിശ്രമിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. മന്ത്രം ജപിക്കും, പിന്നെ കാണിക്കുന്ന പ്രവൃത്തി മുഴുവൻ അസാൻവികമായ പ്രവർത്തനത്തിലായിരിക്കും, അധാർമികമായ പ്രവർത്തനമായിരിക്കും പിന്നീട് കാണിക്കുന്നത്. അതുമൂലം പ്രാർത്ഥനയുടെ ഫലമൊക്കെ നഷ്ടപ്പെടും. വിശിഷ്യ കലികാലമാണ്. അതുകൊണ്ട് ഈ മന്ത്രം ജപിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു 108 പ്രാവശ്യം 108 ദിനം അത് ജപിച്ചാൽ തീർച്ചയായും പ്രയോജനം കരഗതമാകും.
ഈ 108 പ്രാവശ്യം നിങ്ങൾ മന്ത്രസാധനയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആവശ്യക്കാരാണ്. അതുകൊണ്ട് ഒരല്പം ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണം, അല്പം പരിശ്രമിക്കണം, ശരീരത്തെ ശുദ്ധീകരിക്കണം, പൂർവജന്മാർജിതമായ പാപത്തിൻ്റെ അളവിനെ കുറയ്ക്കണം, ശരീരത്തെയും നാഡീനരമ്പുകളെയും ഉത്തേജിപ്പിക്കണം. അതിനെന്ത് വേണം? പയർവർഗ്ഗങ്ങൾ കഴിക്കാം. നമ്മൾക്ക് തന്നെ അറിയാം, സന്താനപ്രാപ്തിക്കായി ചെറുപയർ പറകളൊക്കെ പലപ്പോഴും സപ്താഹ നവാഹ യജ്ഞങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ സമർപ്പിച്ചായി കാണപ്പെടുന്നു. ശാസ്ത്രീയമായി അതിന് വളരെയേറെ അടിത്തറയുണ്ട്. കാരണം പയർവർഗ്ഗങ്ങൾ കഴിക്കുന്നതോടുകൂടി മനുഷ്യ ശരീരം ഉത്തേജിക്കപ്പെടും. ഇനിയും പയർ ചുമ്മാതം കഴിച്ചാൽ പോരാ, എന്ത് ചെയ്യണം? നിങ്ങൾ സന്തതി പ്രാപ്തിക്കായി നിറപറ, ചെറുപയർ കൊണ്ടുള്ള നിറപറകളാണ് സമർപ്പിക്കുന്നതെങ്കിൽ ആ നിറപറ സമർപ്പിച്ച് അതിൽ നിന്ന് അല്പം പയർ, ഏകദേശം 1 കിലോ എങ്കിലും അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 1/2 കിലോ എങ്കിലും ആകട്ടെ, അത് അവിടെ നിന്ന് അതിൻ്റെ പ്രസാദമായി വാങ്ങി സ്വഭവനത്തിൽ കൊണ്ടുവന്ന് അത് വെള്ളത്തിലിട്ട് കുതിർക്കുക. കുതിർത്ത് പിറ്റേ ദിവസം അതെടുത്ത് ഒരു തുണിയിൽ കെട്ടി മുളയ്ക്കുവാൻ വേണ്ടി വെക്കുക. മുളച്ചതിന് ശേഷം അതിനെ പാചകം ചെയ്ത് അധികം എരിവും അധികം പുളിയും ഒന്നുമില്ലാതെ ആവശ്യത്തിനുള്ള രസങ്ങളൊക്കെ ചേർത്ത് അതിനെ ഭുജിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഒരു ജീവജാലങ്ങളെയും വധിക്കുകയോ അതിൻ്റെ മാംസത്തെ ഭുജിക്കാതിരിക്കുവാൻ പ്രത്യേകം പരിശ്രമിക്കണം. വളിച്ചതും പുളിച്ചതുമായ വിഭവങ്ങൾ കഴിവതും ഒഴിവാക്കണം. അധികം അമ്ലരസമുള്ളതും അധികം ചവർപ്പുള്ളതും അധികം എരിവുള്ളതുമായ ആഹാരങ്ങൾ ഒഴിവാക്കിയാൽ സന്തതിക്ക് ആസുരീയതയുടെ സ്വഭാവം കുറയുമെന്ന് പറയപ്പെടുന്നു. എന്തുതന്നെയായാലും അമ്മയുടെയും അച്ഛൻ്റെയും ആഹാരക്രമം സന്തതിയുടെ ജീവിതശൈലിയെ ബാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം മന്ത്രത്തിൻ്റെ ഫലം കരഗതമാകണമെന്ന് പ്രിയമിത്രങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ സൂചിപ്പിച്ച രീതിയിൽ വ്രതചര്യത്തോടു കൂടി വേണം ജീവിക്കാൻ. അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ കശ്യപ ബ്രഹ്മർഷി തൻ്റെ പത്നിയായ ദിതിക്ക് കൊടുക്കുന്ന ഉപദേശമുണ്ട്. മരുത്തുക്കളുടെ മാതാവാകുവാൻ വേണ്ടി ദേവിക്ക് കൊടുക്കുന്ന ഉപദേശമുണ്ട്. അതൊക്കെ വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴൊന്ന് പാരായണം ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു നല്ലതായിരിക്കും. അതുപോലെ തന്നെ രാമായണത്തിൽ പറയുന്നുണ്ട്, ഒരമ്മയുടെ ഗർഭപാത്രത്തിലെ ഗർഭസ്ഥ ശിശുവിന് ഓരോരോ മാസങ്ങളിലുണ്ടാകുന്ന വളർച്ചകൾ എപ്രകാരമാണ് എന്ന്. CT സ്കാനും MRI സ്കാനിങ്ങും ഇതര സ്കാനിങ്ങുകളുമൊക്കെ കണ്ടെത്തുന്നതിനെ പറ്റിയോ അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെയോ ഗർഭസ്ഥ ശിശുവിന് ഓരോരോ മാസങ്ങളിലുണ്ടാകുന്ന വളർച്ച, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെല്ലാം കൃത്യമായി രാമായണം നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ശ്രദ്ധിച്ചാൽ നല്ലത്. ഇതെല്ലാം പറഞ്ഞു തന്നത് ഭാവിയെപ്പറ്റി ചിന്തിക്കണം. എനിക്കുണ്ടാകുന്ന ഒരു സന്തതിയെപ്പറ്റി കാലേ കൂട്ടി നമ്മൾക്ക് ബോധ്യമുണ്ടാകണം. ഒരു പാഴ്ജന്മം ആകരുത് എനിക്ക് സന്തതിയായി എത്തേണ്ടത്. എനിക്ക് താങ്ങായി തണലായി എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുന്നവനാകണം. ഒരാപത്തും ബുദ്ധിമുട്ടും സങ്കടവും വരുമ്പോൾ അമ്മയെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഓടിയെത്തുന്നവനായിരിക്കണം, ഓടിയെത്തേണ്ടവളായിരിക്കണം. അതുകൊണ്ട് തന്നെ പരമേശ്വരൻ്റെയോ പരമേശ്വരിയുടെയോ രൂപലാവണ്യവും ബുദ്ധി സാമർഥ്യവും ആകാരവടിവുമുള്ളവരായിരിക്കണം. അതുകൊണ്ട് പ്രീ പ്ലാൻഡ് വേണം, വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം. ആകസ്മികമായി സംഭവിക്കേണ്ടതല്ല പുത്രസൃഷ്ടി. അതുകൊണ്ട് ആൺസന്തതിയാണെങ്കിൽ ഭഗവാന്റെ രൂപം ധരിക്കുക മനസ്സിൽ, പെൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഭഗവതിയുടെ രൂപത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഭക്തിയാദരപൂർവ്വം അറിയാവുന്ന മന്ത്രങ്ങൾ ജപിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഉജ്ജ്വലകരമായ സന്താനഗോപാല മന്ത്രം അത് വളരെ പ്രയോജനപ്പെടും. ആ മന്ത്രം ജപിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാതൊരുവിധ ജീവജാലങ്ങളെ വധിച്ചോ കൊന്നോ അപായപ്പെടുത്തിയോ അവയുടെ മാംസം ഭുജിക്കാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. സസ്യ ബുക്കായി ജീവിക്കുവാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത്. അനാവശ്യമായി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുവാൻ, പരദൂഷണം പറയുവാൻ, മറ്റുള്ളവനെ ദ്രോഹിക്കുവാൻ, അധാർമികമായി ചൂഷണം ചെയ്യുവാനുള്ള ടെൻഡൻസികളെ എല്ലാം ഉപേക്ഷിക്കണം. ഒരു മഹർഷിവര്യൻ അനുഷ്ഠിക്കുന്ന തപസ്സിന് തുല്യമുള്ള ചടങ്ങാണ് ഒരമ്മയുടെ ഗർഭകാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു പവിത്രമായ സാധനാ പ്രക്രിയയെ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത്. അതാണ് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി കഴിയണമെന്ന് പറയുന്നത്. അങ്ങനെ ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിക്കണം. ഭഗവാനോട് പ്രാർത്ഥിക്കൂ. ഭക്തവത്സലനായ ഭഗവാനെ ഹൃദയകമലത്തിൽ കണ്ടുകൊണ്ട് ദേവകീദേവി എപ്രകാരമാണോ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ അതിഥിമാതാവിൻ്റെ പുനർജന്മമായിരുന്നല്ലോ ദേവകീദേവി, ആ അതിഥിമാതാവ് എപ്രകാരമാണോ ഭഗവാൻ നാരായണനെ തൻ്റെ പുത്രനായി ശ്രീകൃഷ്ണരൂപിയായി തൻ്റെ ഉദരത്തിലേക്ക് എത്തിച്ചത്, ആ ദിവ്യമായ തലത്തിലേക്ക് നമ്മൾക്കും എത്താം. അതിന് നമ്മൾ ജപിക്കേണ്ടത് ദിവ്യമായ സന്താന ഗോപാല മന്ത്രം. ആ മന്ത്രം ഏതാണ് എന്ന് നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയെ ഭക്തിയാദരപൂർവ്വം അതിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. ഓം ദേവകീസുത ഗോവിന്ദ
വാസുദേവ ജഗത്പതി ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതാ. ഓം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പതി ദേഹി മേ തനയം കൃഷ്ണ താമഹം ശരണം ഗതാ. ഈ മന്ത്രം ഭക്തി ആദരപൂർവ്വം 108 ഉരു ജപിക്കണം. ഇത് ജപിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിയുമെങ്കിൽ സുകുമാരകൃതം നെയ്യ് വാങ്ങുക. നിങ്ങൾ ജപിക്കാൻ ആരംഭിക്കുന്ന അന്ന് മുതൽ ആ നെയ്യ് അരികിലേക്ക് വെച്ച് അതിൽ സ്പർശിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ഇതിനോടൊപ്പം ഈ മന്ത്രം ജപിക്കുന്നതിന് മുൻപായി ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഗുണപ്രദമാണ്. അത് നിങ്ങൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ആഗ്രഹിക്കുന്നത് എന്നതിനെ അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. തുടർന്ന് ഈ മന്ത്രം ആ നെയ്യെ സ്പർശിച്ചുകൊണ്ട് തൊട്ടുകൊണ്ട് നിങ്ങൾ 108 ദിവസം ജപിക്കണം. പിന്നീട് ക്ഷേത്രത്തിൽ കൊടുത്ത് വിശ്വസ്തനായതും കൃത്യമായി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതുമായ പുരോഹിതനെ, മേൽശാന്തിയോ അല്ലെങ്കിൽ ശാന്തിക്കാരെ ഏൽപ്പിച്ച് അതൊന്ന് പൂജിച്ച് ആ നെയ്യ് കഴിയുക കൂടി ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം ഒരു പരിധി വരെയെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആഹാര നിയന്ത്രണം പാലിക്കുക, ശരീരത്തെ ശുദ്ധമാക്കുക, അതിനുമപ്പുറം മനസ്സ് നിർമ്മലമാകട്ടെ. കുറവുകളും കുറ്റങ്ങളും മാത്രം കണ്ടെത്താൻ പരിശ്രമിക്കാതെ ഏവരിലും ഈശ്വരനെ കണ്ടുകൊണ്ട് സർവ്വജഗത്തിൻ്റെയും ഉടയവനായ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് എത്തിയത്. അങ്ങനെയുള്ള എനിക്ക് ഭഗവാനോട് ചോദിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, പരിപൂർണമായ ഹൃദയശുദ്ധിയോടുകൂടി, ദൃഢവിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കൂ. തീർച്ചയായും ഭഗവാൻ തന്നെ തനയനായി വരുമെന്നേ. അതാണല്ലോ ദേവകി ദേവിയുടെ കഥയിലൂടെ ഭാഗവതം നമ്മൾക്ക് കാട്ടിത്തരുന്നത്. അമ്മയുടെ പ്രാർത്ഥനയുടെ പരിണിതഫലമായിട്ടാണ് ഭഗവാൻ തന്നെ വന്ന് പുത്രനായി ജനിച്ചത്. ദേവകി ദേവിക്ക് ഭഗവാൻ പുത്രനായി ജനിക്കുമെങ്കിൽ ഓരോ അമ്മമാർക്കും അതിനുള്ള സാധ്യതയുണ്ട്, അവസരങ്ങളുണ്ട്. അതാണ് ഭാഗവതം കാട്ടിത്തരുന്നത്. അതിന് പരിശ്രമിക്കേണ്ടതും ശ്രമിക്കേണ്ടതും ആ തലത്തിലേക്ക് ഉയരേണ്ടതും നമ്മളാണ്. അതുകൊണ്ട് മന്ത്രം ജപിക്കുന്നതിൽ മാത്രം ശ്രദ്ധ വെക്കാതെ തൻ്റെ ഒരു ദിനത്തെ മുഴുവൻ പ്രവൃത്തിയെയും ശുദ്ധീകരിച്ചുകൊണ്ടാകണം ഈ കർമ്മത്തിലേക്ക് കടക്കുവാൻ. കാണുന്നതും കേൾക്കുന്നതും പറയുന്നതുമെല്ലാം നാരായണ നാമമാകട്ടെ, നാരായണന് പ്രീതി ഉണ്ടാകുന്നതാകട്ടെ. തന്മൂലം കുറ്റങ്ങളെയും കുറവുകളും ക്ഷുദ്രങ്ങളുമായ വാക്കുകളെയും ചിന്തകളെയും പ്രവൃത്തികളെയും ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പരിപൂർണമായ ഈശ്വരപരമായ ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കാഴ്ചകളിലൂടെയും സഞ്ചരിച്ചാൽ തീർച്ചയായും ഭഗവാൻ തന്നെ വന്ന് മകനായി ജനിക്കും, അല്ലെങ്കിൽ ഭഗവതി തന്നെ മകളായി ജനിക്കും. അതുകൊണ്ട് തികഞ്ഞ വിശ്വാസത്തോടു കൂടി ആ മന്ത്രം ജപിക്കൂ. ഭഗവാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ ഭഗവാൻ പൂർത്തീകരിച്ച് നൽകട്ടെ എന്ന് ഭക്തി ആദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും ശതകോടി പ്രണാമം.